ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ ഒരു സേമിയ പായസത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതെൻ്റെ കൈകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഞാനത് വീണ്ടും ഒന്നുകൂടെ ഇടാനായിട്ട് തീരുമാനിച്ചതാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാലിൽ നമ്മൾ ചവ്വേരി ഏലക്കായും കൂടെ വേവിക്കാൻ ഇട്ടിരിക്കുകയാണ്. ഇത് ഒരുമാതിരി കുറുകുന്ന പരുവത്തിനാണ് ഞാൻ ഈ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സേമിയയും കൂടെ അങ്ങോട്ട് ഇടും. ഇത് ഞാൻ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ വറക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്ന ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ആദ്യം ഒരുമാതിരി ചുമപ്പിച്ചിട്ട് പിന്നെ ഞാൻ സേമിയയും കൂടെ ഇട്ട് ചുമച്ചിരിക്കുക. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ഒന്നും എടുത്തൊഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരിയും പോലെ ഒന്ന് മയം കാണിക്കത്തേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് സേമിയ ഇത് നമുക്ക് ഒരുമാതിരി കൊഴുപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുമാതിരി കൊഴുപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നാം പാലൂടെ എടുത്തൊഴിച്ച് പിന്നെ നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സേമിയ കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചിട്ടില്ല, മധുരം ഇട്ടിട്ടില്ല. ഇത് സേമിയ ഒരുമാതിരി ആയിട്ട് കത്തുള്ളൂ. സേമിയ ഈ പരുവത്തിലായിട്ടുണ്ട്, കണ്ടോ? ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി കൊഴുപ്പ് കൂടിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണിതിന്. പാൽ ഉപയോഗിക്കാത്തവർക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പാൽ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ചായക്കാണെങ്കിൽ ഞാൻ കോപ്പി ഇട്ട് ഇതുപോലെ എടുക്കും. പാലെടുത്ത് കുടിക്കണം നമുക്ക് തോന്നുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നതാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റുണ്ട്. പായസം റെഡിയാണ്. മധുരവും എല്ലാം ആവശ്യത്തിനായി.